ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ലക്ഷദ്വീപിലെ 3rd ഡേയുടെ വീഡിയോ ആണ്. ഇന്ന് സ്കൂബ ഡൈവിങ്ങും കയാക്കിങ്ങുമാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ കുറച്ച് വീഡിയോസ് കാണാം. ഇതിപ്പോൾ ഞങ്ങൾ സ്കൂബയ്ക്ക് പോകാനായിട്ട് ആ ചെറിയ ബോട്ട് വന്നിട്ടുണ്ട്. അതിൽ കയറി ഞങ്ങൾ പോകുന്ന സീനാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, അവരുടെ മറ്റ് ഫാമിലിയുടെ. അപ്പോൾ അവരെയൊക്കെ നോക്കുന്ന അന്നമ്മയും റൗഫും കൂടെയാണ്. അപ്പോൾ അവരെ പിള്ളേരെ അന്നമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളൊക്കെ കടലിലേക്ക് ഇതാണ്ട് സ്കൂബ ചെയ്യാനായിട്ട് പോയേക്കുന്നു. പിള്ളേരാണ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ ബീച്ചിലിരുന്ന് മണലിനകത്ത് പൂരം കളി ഇതാണ്ട്. അന്നമ്മ അവർക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു. അതിൻ്റെ കസാട്ടയുടെ കപ്പിനകത്ത് ഇതാണ്ട് അവർ അപ്പം ഉണ്ടാക്കി കളിക്കുക, കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്ട്. എന്നിട്ട് കേക്ക് ഉണ്ടാക്കി അന്നമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുന്ന സീനാണത്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങളവിടെ സ്കൂബ ചെയ്യുകയാണ് കേട്ടോ. ആ വീഡിയോസ് കണ്ടിട്ട് വരാം. അതുകൊണ്ടോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മുടെ മക്കളാണെങ്കിൽ കടലിനടിയിൽ നിന്ന് റീൽസ് എടുക്കുന്ന സീനാണ് ഈ കാണുന്നത്. അവരെല്ലാം ഭയങ്കര എൻജോയ് ചെയ്ത് നിന്ന് റീലൊക്കെ എടുക്കുന്നതാണ്ട്. വേറൊരു ടീം അപ്പുറം ഉണ്ട്. ഈ കാണുന്ന ഈ ഏരിയയ്ക്ക് പറയുന്നത് പൊട്ടറ്റോ ഹിൽസ് എന്നാണ് കേട്ടോ. അതായത് നമ്മുടെ പൊട്ടറ്റോയുടെ ഒരു ഷേപ്പുള്ള ഒരു സംഭവം, കോറലാണ് കേട്ടോ. ഇതിന് പറയുന്നത് പൊട്ടറ്റോ ഹിൽസ് എന്നാണ്. ഇവർ 3 പേരും കൂടെ റീലെടുക്കുന്ന സീനാണിത്. കടലിനടിയിൽ ചവിട്ടി നിന്ന് 3 പേരും കൂടെ ആക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കാണിച്ച് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നെല്ലാം പറഞ്ഞ് വീഡിയോഗ്രാഫറുടെ അടുത്ത് പറഞ്ഞ് ചെയ്യിക്കുന്ന സീനാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അവിടെ കൂടുതലും ഈ ഏരിയയിൽ ഈ പൊട്ടറ്റോ ഹിൽസ് ഒരുപാട് കാണാം. നല്ല ഹൈറ്റിലാണ് കേട്ടോ അതുള്ളത്. അതിനിടയിൽ കൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മീനുകൾ ഇങ്ങനെ പോകുന്നു, വെറൈറ്റി മീനുകൾ. അപ്പോൾ എന്നെ ക്ലീനാണെന്നറിയാമോ. അടിപൊളി ഒരു എക്സ്പീരിയൻസ്. പറ്റുന്നവരൊക്കെ അത് പോയി ഒന്ന് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നല്ലൊരു അനുഭവമായിരിക്കും. ആ കൂടെയുള്ള നമ്മളെ കൊണ്ടുപോകുന്നവരാണെങ്കിലും ഭയങ്കര കോപ്പറേറ്റീവ്. അന്നമ്മയുടെ ഫുൾ ടീമിനെ കൺഗ്രാജുലേറ്റ് ചെയ്യണം നമുക്ക്. അതുപോലെ അവർ നമുക്ക് വേണ്ടി എഫേർട്ട് ഇടുന്നു. നല്ല കെയറിങ് ആണ്. നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ആഗ്രഹം പോലെ നമുക്ക് വേണ്ടി അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസാണ് നമുക്ക് വേണ്ടി. നമ്മുടെ വീഡിയോഗ്രാഫർ അവിടെ വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് റീൽസ് എടുക്കണമെങ്കിൽ റീൽസ് എടുക്കാൻ എന്താ വേണ്ട നമ്മുടെ ആഗ്രഹം പോലെ അവർ ചെയ്തു തരും. അങ്ങനെ ഞങ്ങൾ ടൈം കഴിഞ്ഞു. ഞങ്ങൾ എൻജോയ് ചെയ്ത് എല്ലാവരും സ്കൂബ ചെയ്ത് ഞങ്ങൾ തിരിച്ചു വരുന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത്. ദൈവം, ഈ കൊച്ചു പയ്യനുണ്ടല്ലോ, അവനടക്കം എല്ലാവരും ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ തിരിച്ചിറങ്ങി വരുന്ന സീനാണ്. അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങളുടെ ഉച്ചവരെയുള്ള ഒരു ടൈം ഇതാണ്ട് ഇങ്ങനെ ഞങ്ങൾ അടിച്ചു പൊളിച്ച്. ഇത് കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് കയാക്കിംഗ് ആണുള്ളത്. അങ്ങനെ ഇതാണ്ട് ഞാനും മിനിമോളും കൂടെ ഒന്നിച്ചാണ് കേട്ടോ കയാക്കിങ്ങിന് പോകുന്നത്. ഞങ്ങൾ കാണ്ട് അങ്ങനെ മെല്ലെ മെല്ലെ തുഴഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആരും പുറകോട്ട് മാറി നിന്നിട്ടില്ല. എല്ലാവരെയും അവർ
ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് പേടിയുള്ളവരെയും ഇല്ലാത്തവരെയും എല്ലാം അവർ കൂടെ നിന്ന് നമ്മളെ കയാക്കിങ്ങും ചെയ്യിച്ചിട്ടുണ്ട്. ഇത് കേട്ടോ, ഈ ബീച്ചിൽ നിന്ന് ഞങ്ങൾ സ്കൂബയ്ക്കും കയാക്കിങ്ങിനും പോയത്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വരുമ്പോൾ ദാണ്ട അവിടെ എന്തോ ഒരു പന്തൽ കെട്ടി എന്തോ ഉണക്കുന്ന ഒരു സീന്. അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് മീൻ എന്ത് മീനായിട്ടായത്? ചൂരയോ കേരയോ? സ്രാവല്ല, ഈ ബ്ലാക്ക് കളറിലുള്ള ചൂരയല്ലേ? ടൂണ. ആ, ചൂര മീൻ ഇങ്ങനെ അവർ ദാണ്ടെ ഉപ്പുവെള്ളത്തിൽ പുഴുങ്ങിയിട്ട് ഉണങ്ങാനിട്ടിരിക്കുന്ന സീനാണിത്. തട്ടിലിങ്ങനെ ഉണങ്ങാനിട്ടിരിക്കുക. നല്ല അടിപൊളി മീനാണ് കേട്ടോ. അതിൻ്റെ മുള്ളെല്ലാം എടുത്ത് മാറ്റിയിട്ട് അവർ നല്ല നീറ്റായിട്ട് ഉണങ്ങാനിട്ടിരിക്കുന്നു. നിലത്തൊന്നുമല്ല, ആ തട്ടയിൽ ഉണങ്ങാനിട്ടിരിക്കുക. അവിടെ പിന്നെ പേടിക്കാനൊന്നുമില്ല. കാക്കയില്ല, പട്ടിയില്ല, പൂച്ചയില്ല. അങ്ങനെ വൃത്തികേടാക്കാനായിട്ടുള്ള ഒരു ജീവികളും അവിടെ ഇല്ല. ഈ തട്ടിൽ കിടന്ന് നല്ല നീറ്റായിട്ട് അത് ഉണങ്ങിക്കിട്ടും. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ വന്നപ്പോൾ അത് മേടിക്കുകയും ചെയ്തു കേട്ടോ. കുറച്ച് വാങ്ങി. നല്ല ടേസ്റ്റാണ്. അത് വെറുതെ പോലും നമുക്ക് കഴിക്കാൻ പറ്റും. അതായത് അങ്ങനെ പുഴുങ്ങിയെടുത്തതാണല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് അവിടെ ഒന്ന് കഴിച്ചൊക്കെ നോക്കി. തിരിച്ച് പോകുന്നപ്പോൾ 2-3 പാക്കറ്റ് മീനും വാങ്ങി. അങ്ങനെ നല്ല ടേസ്റ്റാണ്, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകുന്നവർ ഇതും വാങ്ങി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണേ. ഇത് നമ്മൾ അവിടുത്തെ കൊപ്ര ഉണക്കാനിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഒരു ഷീറ്റയിൽ ബീച്ചിൻ്റെ സൈഡിൽ കൊപ്ര ഉണക്കാനിട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഏകദേശം സ്കൂബയും കയാക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, താങ്ക് യു.